ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബി ആൻഡ് മല്ലി ഫാമിലിക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് ഇന്ന് ലീവായിരുന്നു. അപ്പൊ ചെറിയൊരു വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇലക്ഷൻ ഡേ ആണ്. പക്ഷെ ഈ പറഞ്ഞവർക്ക് വോട്ടില്ല. വോട്ടർ ലിസ്റ്റിന് പേര് കെട്ടി കളഞ്ഞു. എന്റെ വീട്ടിൽ വോട്ട് ഉണ്ടായിട്ട്, എന്റെ നാട്ടിൽ വോട്ട് ഉണ്ടായിട്ട് എന്നെ വോട്ട് ചെയ്യാൻ പോലും വിട്ടില്ല. ഞാൻ കൊറേ പ്രാവശ്യം ചോദിച്ചു ഗൈസ്, സമ്മതിച്ചില്ല. നീ വോട്ട് ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വോട്ട് ചെയ്യും. അപ്പൊ ഇന്ന് ലീവായിട്ട് അപ്പൊ ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് ഓർത്ത് പുറത്തോട്ട്. പിന്നെ ലീവ് എടുത്തത് വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. പക്ഷെ ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത് ചേട്ടന്റെ പേര് വോട്ടർ ലിസ്റ്റിലില്ല. ആദ്യം പറഞ്ഞു വോട്ടർ ലിസ്റ്റിൽ എന്റെ വേറെ എന്താണ് ബൂത്ത് അല്ലേടാ, ബൂത്ത് വേറെ ബൂത്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ന് രാവിലെയാണ് പറഞ്ഞത് ആൾക്ക് വോട്ടേ ഇല്ലെന്ന്, വോട്ടർ ലിസ്റ്റിന് പേര് തന്നെ കട്ട് ചെയ്തുള്ളത്. ഇന്നലെ രാത്രി പറഞ്ഞു വോട്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ മറ്റേ ബൂത്ത് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു എനിക്ക് വോട്ടില്ല. ഈ വീട്ടിൽ ആകെ വോട്ടുള്ളത് എനിക്ക്, പിന്നെ അപ്പനും അമ്മക്കും മാത്രമേ ഉള്ളൂ. അവരൊക്കെ വോട്ട് ചെയ്യാൻ പോയി. ഇപ്പൊ ഞാൻ മാത്രം വോട്ടില്ലാണ്ട് കൊണ്ടിരിക്കുക ഗൈസ്. വോട്ടില്ലാതിരുന്നപ്പോ പുള്ളിക്ക് പെട്ടെന്നൊരു ബോധോദയം, എന്താ വ്ളോഗ് എടുത്താലോ എന്ന്. അങ്ങനെ കൊറേ നേരം ഞാൻ പുറകെ നടക്കണത് വേണ്ടി വ്ളോഗ് എടുക്കാടിന്ന്. ഞാൻ പിന്നെ മടിഞ്ഞു, ഒരു കണ്ടന്റ് ഇല്ലാതെ നമ്മൾ വ്ളോഗ് എടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ വിചാരിച്ച് എന്താ വ്ളോഗ് പിടിച്ചേക്കാം. അപ്പൊ ചുമ്മാ വീട്ടിലിരുന്നൊരു വ്ളോഗ്, പുറത്തോട്ടൊന്നും പോകണില്ല, വീട്ടിലിരുന്ന് ചെറിയൊരു വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ഹോം ടൂറാണ്. അപ്പൊ വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ അമ്മയുടെ ചെറിയ പൂന്തോട്ടം ഉണ്ട്. അയ്യോ, അമ്മയുടെ മാത്രമല്ല, അപ്പന് ചെറിയൊരു കൃഷിത്തോട്ടം. അമ്മയുടെ മാത്രം പറയുമ്പോഴേക്കും അപ്പന് വിഷമല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പന്റെ ചെറിയൊരു പയറുതോട്ടം ഉണ്ട്. അപ്പൊ അതും നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്. വീടും പരിസരമൊക്കെ ഇത്രേ ഉള്ളൂ. ഇത് അമ്മയുടെ ചെറിയൊരു പൂന്തോട്ടമാണ്. അമ്മയുടെ കുറച്ച് ചെടി കളക്ഷൻ ആട്ടോ ഇതൊക്കെ. ഇതാണ് അമ്മയുടെ മുട്ടച്ചെടി. ഈ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ മുട്ടത്തോട് അമ്മച്ച് ഏതെങ്കിലും ചെടിയുടെ കുത്തിവെക്കും. പിന്നെ ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ പൂവാണെന്ന്. പക്ഷെ ഒറിജിനൽ പൂവല്ല കേട്ടോ, അത് പ്ലാസ്റ്റിക് പൂവാ. എന്റെ മമ്മിക്ക് ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ വെറൈറ്റി ഇതുണ്ട്. പ്ലാസ്റ്റിക് പൂ കൊണ്ടുവന്ന് ഒറിജിനൽ ചെടിയുടെ പൊക്കത്ത് നോക്കൂ. വേറൊരു കുട്ട കൂടി കാണിച്ചു തരാം ഗായ്സ്. ഇത് നോക്കൂ, പ്ലാസ്റ്റിക് പൂവാ, കണ്ടോ? കേട്ടോ ഗായ്സ്, ഇത് പ്ലാസ്റ്റിക് ആണോ? ഇതും പ്ലാസ്റ്റിക്. അതെ, മുട്ട കൊടുത്രം. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നില്ല കേട്ടോ. ഇവിടുന്ന് ഇത് എങ്ങനെ വെച്ചേക്കണത്? ഈ ഇല പ്ലാസ്റ്റിക് ആണോ? അല്ലല്ലോ. ഇത് കണ്ടോ, ഇത് ഞാനൊരു വീഡിയോസിൽ എന്തോ കണ്ടാണ് ഈ ചെടി. മറ്റേ ഷാമ്പു ആണ്, എന്തോ നാച്ചുറൽ ഷാമ്പു. ഇതിങ്ങനെ വെള്ളത്തിൽ മുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിങ്ങനെ എന്തോ വെള്ളത്തിൽ നനഞ്ഞ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും ഒരു എന്തോ ഒരു വെള്ളം പോലത്തെ ഇത് കിട്ടും. ആ തല തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഇങ്ങനെ സിൽക്കുമെന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. ഏതോ ഒരു ഇംഗ്ലീഷ് വീഡിയോയിലാണ് കണ്ടേ, എനിക്കറിയില്ല കൃത്യമായിട്ട്. ആ ടൈപ്പ് ചെടിയാണ്, അതേപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതാണ് ഞങ്ങളുടെ അപ്പൻ്റെ പയറും തോട്ടം. ചക്ക, മറ്റേ പ്ലാവിന്റെ ഇടയിലെ കൂടി കണ്ടപ്പോ പയറും തോട്ടം കണ്ടോ, അപ്പന്റെ പയറ്. ഒരു പയറല്ല കേട്ടോ ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കറുക്കെടുത്തായിരുന്നു. ഇതിന് ഒരു വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നു. ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ വിളവെടുപ്പിലുള്ള ആയിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഗായ്സ് കണ്ടോ കുറെ ഉണ്ടായിരുന്നാണ് ഗായ്സ്. പിന്നെ അമ്മ അതിങ്ങനെ മൊത്തം ഇങ്ങനെ, ഞങ്ങളുടെ അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെടി വെക്കും, അപ്പം തന്നെ പിന്നെ അത് മാറ്റിക്കളയും. കുറച്ച് നാൾ വെച്ചുമ്പോഴേക്കും അതിങ്ങനെ അത് ശരി ഭംഗി പോയെന്നും പറഞ്ഞ് മാറ്റിക്കളയും. ഇത് കണ്ടോ, ഇതേപോലെ ചെടിച്ചട്ടി മേടിക്കും, എന്നിട്ട് ഇത്
ഒരു മാസം കഴിയുമ്പോഴേക്കും അതെടുത്ത് കളഞ്ഞിട്ട് വേറെ എടി വെക്കും. അതാണ് ഇപ്പോഴത്തെ ഹോബി. ഇതൊക്കെ അമ്മ പണിയമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ അവർ കൊടുത്ത ചെടിയാണ്. വീണ്ടും ഉള്ളു കാണിക്കും. ഇത് ആര് വരച്ചാണെന്നറിയോ? എന്റെ കെട്ടിയവന്റെ കലാവിരുദ്ധമാണ്. പുള്ളിക്ക് ചോട്ടാബിന് അത്രക്ക് ഇഷ്ടാ. അതുകൊണ്ട് പുള്ളി പണ്ടെങ്ങാനും ഞാൻ വന്നതിന് കുറച്ചുമ്പോ വരച്ച് അത് വരച്ചിട്ട് 5-6 വർഷം ആയതാ. 5-6 വർഷം ആയതാ. ഇത് വരച്ചത് പുള്ളി. പിന്നെ ഇതിന്റെ ചെറുതായിട്ട് ഔട്ട്ലൈൻ കൊടുത്തത് ഞങ്ങളുടെ പെയിന്റ് ചെയ്ത അളിയനാണ്. പിന്നെ ഈ ലഡുവിന്റെ കുത്തു പോലത്തെ ഇതല്ല, അത് ഞങ്ങൾ ചേച്ചി കൊടുത്തത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മരം ഇത് പുള്ളിയനല്ലോ വരച്ചത്. ഇതിലല്ല, ഇത് വേറെ ചേട്ടൻ വരച്ച. വേറെ ചേട്ടൻ വീട് പെയിന്റ് ചെയ്യാൻ നേരത്ത് ചേച്ചിയുടെ കല്യാണത്തിന് ഡിസൈൻ ചെയ്തതാ വീടിന്റെ അടുത്തുള്ളൊരു ചേട്ടൻ. പിന്നെ ഈ പിക്ചർ ഒന്നും ഞങ്ങൾ ആരും വരച്ചതല്ല. ഇത് മമ്മി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ പിക്ചറാണ്. ഇത് അമ്മയുടെ ഒരു കൊച്ചു വരച്ചു കൊടുത്താണ്. അമ്മക്ക് അറിയണൊരു കൊച്ചു. ഇതാണ് അമ്മയും അച്ഛനും. നേരിട്ട് കാണിച്ചാൽ ദിവസം. അതെ, നേരിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇതാ അമ്മയും അച്ഛനും. അച്ഛൻ ഇലക്ഷന്റെ പരിപാടിക്ക് പോയിക്കോണ്. അത് പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ ഡാഡി എന്ന് പറയണത് ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ ഇത് വലിയ ആളാണെന്നാണ് പപ്പൻ പറയണത്. അപ്പ പോയേക്കണ്. പിന്നെ ഇത് ഞങ്ങളുടെ അപ്പന്റെ ചാച്ചനാണ്. പപ്പൻ മരിച്ച എത്ര വർഷമായി? 5-8 വർഷമായി. 5-8 വർഷമായി. പേര് ജോൺ. ഇതാണ് അശ്വിനും അച്ഛൻ. ഇതാണ് എന്റെ അച്ഛൻ. ഡാഡി മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. 2 വർഷം ആവാൻ പോകുന്നു. നമുക്കിനി ഞങ്ങളുടെ ഹോം ടൂറിലേക്ക് പോകാം. അല്ലെ, ഹോം ടൂറില്ല, റൂം ടൂറിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ റൂം. എന്റെയും കണ്ണന്റെയും റൂം. പിന്നെ അങ്ങനെ വലിയ നീറ്റൊന്നും അല്ല. വീട്ടിൽ നിന്ന് അടുക്കള ചടങ്ങായി അങ്ങനെ ചടങ്ങൊക്കെ അതിനൊന്നും ഒന്നൊക്കെ കൊണ്ടുവന്ന ചെറിയൊരു സ്റ്റാൻഡ് ഡ്രസ്സൊക്കെ ഇടാനായിട്ട്. പിന്നെ ചെറിയൊരു ബോക്സ് അൽപ്പുൽപ്പ് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ വെച്ചാൽ ബെഡ്. പിന്നെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടാണ്ട് ഒരു എന്തൊരു ബക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഒരു കൊച്ചിന് വരച്ചു കൊടുത്താ കേട്ടോ. പിന്നെ ഈശോന്റെ പടം. പിന്നെ ഇത് പണി പൂർത്തിയാവാത്ത ഒരു പെയിന്റിംഗ് ആണ്. എപ്പോഴെങ്കിലും ഒക്കെ ചേട്ടൻ വരയ്ക്കും. വേണ്ടേ ഗായ്സ്, നമുക്കിനി കാണാൻ പോകുന്നത് അത് കാണിച്ചു തരാം. ഇതാണ് പണ്ടത്തെ എന്റെ കെട്ടിയൻ. നോക്കൂ, ഒരു കണ്ടപ്പിലൊക്കില്ലേ. ഇത് മുത്ത്. ഇത് എന്താണ് അപ്പന്റെ അനിയത്തിന്റെ മോനാണ്. ഇത് ഞങ്ങളുടെ ചേച്ചി ബിസ്മി. ഇത് അമ്മ. ഇത് അമ്മയുടെ അനിയത്തിന്റെ മോൻ. ഇത് അമ്മയുടെ അനിയത്തി. പിന്നെ ഇത് ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും ആണ്. എനിക്ക് ഫ്രണ്ട്സിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ ഫോട്ടോ, ടൂർ പോയപ്പോ എന്തോ ഫോട്ടോ. ഇതാണ് ചേച്ചിയുടെ ചേട്ടന്റെ മനസ്സമ്മതത്തിന്റെ ഫോട്ടോ. പിന്നെ ഇത് ചേച്ചിയും ഞങ്ങളുടെ ഒരു കസിൻ ആണെന്ന് തോന്നുന്നു. പേരറിയില്ല എനിക്കങ്ങനെ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ചെറിയ വ്ളോഗായിരുന്നു. അപ്പൊ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വീഡിയോ നന്നായി ചെയ്യാൻ നോക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം.